ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ ചാർട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഒരു നമ്പർ ചാർട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരുപാട് കുട്ടികളും അതുപോലെ ടീച്ചേഴ്സും അതുപോലെ രക്ഷിതാക്കളും ഒരു നമ്പർ ചാർട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് ഉണ്ടാക്കുക, കുട്ടി പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ രൂപത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ ഒരു ആശയം ഒരു നമ്പർ ചാർട്ടിന്റെ രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായി വരുന്നത്, അതുപോലെ അവരുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത്, അതിൻ്റെ വളർച്ച, അത് ക്രമത്തിൽ വളർന്ന് ആ പഠിക്കാനുള്ള കാര്യത്തിനപ്പുറത്തേക്ക് കുട്ടി ചിന്തിച്ച് ചില കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴാണ്, സ്വയമായി കണ്ടെത്തുമ്പോഴാണ് അതൊരു നല്ല നമ്പർ ചാർട്ടായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം കഴിയുന്നതും കുട്ടിക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി ഉൾപ്പെട്ടത് തന്നെ ആവട്ടെ. അപ്പോൾ അവിടെ നിന്നുള്ള വളർച്ച, അപ്പോൾ പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ, ക്ലാസ് റൂമിൽ മാത്രം ഒതുക്കാതെ അതിനപ്പുറത്തേക്ക് കുട്ടി അന്വേഷിച്ച് കണ്ടെത്തി അവതരിപ്പിക്കുന്നതാണ് പല നമ്പർ ചാർട്ടുകൾ. ഒരു നമ്പർ ചാർട്ടിന്റെ ഗുണങ്ങൾ അത്തരത്തിലുള്ളതാണ്. നേരത്തെ ചെയ്തു വെച്ച ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം ജഡ്ജസിന്റെ മുമ്പിൽ അങ്ങനെ തന്നെ വെക്കലല്ല. എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്, അപ്പോൾ കൃത്യമായി എനിക്ക് പഠിക്കാനുള്ള പാഠഭാഗവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്നും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പുതിയ കാര്യങ്ങൾ എന്തെല്ലാം, ഇപ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് ഞാൻ കടന്നു ചെന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിലും മറ്റുള്ള കാണാൻ വരുന്നവരുടെ മുമ്പിലും ജഡ്ജസിന്റെ മുമ്പിലും ഒക്കെ കൃത്യമായി സമർത്ഥമായി അവതരിപ്പിക്കുമ്പോഴാണ് ഒരു നമ്പർ ചാർട്ട് ശരിയായ രൂപത്തിലാവുന്നത്. അപ്പോൾ ഇവിടെയാണ് പല രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒക്കെ സംശയം, എങ്ങനെയാണ് ഒരു നമ്പർ ചാർട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും കണ്ട ആ ഒരു നമ്പർ ചാർട്ടിന്റെ രൂപം അത് അങ്ങനെ തന്നെ പകർത്തി വെക്കുന്നതല്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, പുതുതായി കണ്ടെത്താനുണ്ടാവും. അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇനി പഴയതാണെങ്കിൽ തന്നെ, പഴയ ഒരു ചാർട്ടാണെങ്കിൽ തന്നെ അന്ന് കാണാത്ത പല കാര്യങ്ങളും പുതിയ പുതിയ അന്വേഷണങ്ങളിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ പുതുമ എപ്പോഴും ഒരു നമ്പർ ചാർട്ടിന് വേണം. അപ്പോൾ മുമ്പ് കേട്ടത് അതേ കാര്യം തന്നെയാണെങ്കിലും അതേ രൂപത്തിലല്ല, വേറൊരു തരത്തിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതൊരു പുതിയ സാധനം തന്നെയാണ്. അവിടെയാണ്. അപ്പോൾ നേരത്തെ ഇത് കണ്ടതാണല്ലോ എന്നതുകൊണ്ട് ആ രൂപത്തിൽ തള്ളിക്കൂടാ. അതിൻ്റെ അകത്ത് പുതിയ കണ്ടെത്തലും കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു പുതിയ സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ചാർട്ടിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതുമ വേണം. കുട്ടിയുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. മിക്കവാറും തുടങ്ങുന്നത് അങ്ങനെ തന്നെ ആവട്ടെ. യെസ്, അവിടെ നിന്നുള്ള വളർച്ച, അല്ലാതെ വേറെ ഏതെങ്കിലും ക്ലാസ് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം, അതായത് മുതിർന്ന കുട്ടികളുടെ പഠിക്കാനുള്ള പാഠഭാഗം അങ്ങനെ എടുത്തു വെക്കലല്ല നമ്പർ ചാർട്ട്. ഇപ്പോൾ 4ാം ക്ലാസ്സിലുള്ള കുട്ടിയാണെങ്കിൽ 4ാം ക്ലാസ് വരെ കുട്ടിക്ക് പഠിക്കാനുള്ളതിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ അവസാനിക്കല്ലേ ചെയ്യുന്നത്, അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെയാണ് UP 7ാം ക്ലാസ് വരെയുള്ള കാര്യത്തിൽ എവിടുന്നോ ഏതോ ഒരു ക്ലാസ്സിലുള്ള കാര്യങ്ങളാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ പുതിയ അന്വേഷണമാണ്. ഹൈസ്കൂളുകാരാണെങ്കിലും ഹയർ സെക്കൻഡറിക്കാരാണെങ്കിലും ഇത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ നിന്ന് തന്നെ തുടങ്ങുക. പിന്നീട് അതിനപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. അത് നമ്മൾ പാഠപുസ്തകത്തിൽ കാണില്ല. അവിടെയാണ് സ്വന്തം അന്വേഷണം. ഓക്കെ, അതിന് നിങ്ങളെ രക്ഷിതാക്കളും അതുപോലെ ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെ സഹായിക്കും. അപ്പോൾ അത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. ചാർട്ട് പലപ്പോഴും ഇപ്പോഴും സംശയമുണ്ട്. ചാർട്ട് നിശ്ചിത വലുപ്പമുള്ളതിനാണ് സാധാരണഗതിയിൽ മേളകളിൽ 72 സെന്റിമീറ്റർ നീളവും 56 സെന്റിമീറ്റർ വീതിയുമുള്ള ആ ഷീറ്റാണ് ചാർട്ട്, സൈസ് ചാർട്ട്. ഈ 72 എന്നുള്ള കട്ടിയുള്ള ചാർട്ടാണെങ്കിൽ 71 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ സൈസ് അൺസൈസ് ആയിട്ടുള്ള ചില വലിയ സൈസ് ഉണ്ട്.
അത് നിങ്ങൾ മത്സരത്തിന് ഉപയോഗിക്കരുത്. മത്സരത്തിന് ഉപയോഗിച്ചാൽ അത് ക്വാളിഫൈഡ് അല്ല. കൃത്യമായി ചാർട്ടിന്റെ നീളം പറയുന്നുണ്ട്. 72 സെന്റിമീറ്റർ നീളം, 56 സെന്റിമീറ്റർ വീതി. ഇതിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. വൈറ്റ് ചാർട്ടിൽ തന്നെയേ ചെയ്യാവൂ. നിങ്ങൾ ജിയോമെട്രിക്കൽ ചാർട്ടാണെങ്കിലും നമ്പർ ചാർട്ടാണെങ്കിലും പസിലാണെങ്കിലും എന്തായാലും ഒരു വൈറ്റ് ചാർട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈറ്റ് ചാർട്ടിൽ ഒന്നുകിൽ ബ്ലാക്ക് മാർക്കർ കൊണ്ട് എഴുതാം, കളർ മാർക്കർ കൊണ്ട്, ചിസിൽ ടിപ്പ് കളർ മാർക്കർ കൊണ്ട് എഴുതുന്നതാണ് നല്ലത്. അത് ബ്ലാക്ക് ആവാം, ഇനി അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആവാം, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആവാം, വയലറ്റ് ആവാം, ബ്രൗൺ കളർ ആവാം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഡാർക്ക് കളർ എടുക്കുന്നതാണ് നല്ലത്. ഒരിക്കലും ലൈറ്റ് കളർ കൊണ്ട് ചാർട്ടിൽ എഴുതാൻ പാടില്ല. ഒന്നുകൂടെ ഓർക്കുക, നിങ്ങൾ എഴുതേണ്ടത് സ്കെച്ച് പെന്ന് കൊണ്ടല്ല, പിന്നെ സാധാരണ പെന്ന് കൊണ്ടല്ല, എഴുതേണ്ടത് ചിസിൽ ടിപ്പ് മാർക്കർ കൊണ്ടാണ്. ഞാനത് കാണിച്ചു തരുന്നുണ്ട്. ചിസിൽ ടിപ്പ് മാർക്കർ എന്ന് വെച്ചാൽ ഒരറ്റത്ത് ചെത്തുള്ളതാണ്, അറ്റം ചെത്തിയ പോലെയുള്ളതിനാണ് ചിസിൽ ടിപ്പ് മാർക്കർ എന്ന് പറയുന്നത്. ആ മാർക്കർ കൊണ്ട് എഴുതാനും കുറച്ചൊന്ന് പരിശീലിക്കണം. ആദ്യം തന്നെ മത്സരത്തിന്റെ സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടും. ചിസിൽ ടിപ്പ് മാർക്കർ കൊണ്ട് എഴുതുന്നത് ആദ്യം പഠിക്കുന്ന വേണം. വേസ്റ്റ് ആയിട്ടുള്ള പേപ്പർ നിങ്ങൾ ധാരാളം എഴുതണം. പിന്നെ നമ്പറുകൾക്കൊക്കെ നിശ്ചിത സ്ട്രോക്ക് ഉണ്ട്. ഡെക്കറേറ്റഡ് ആയിട്ട് ഒരിക്കലും എഴുതരുത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 0 ഇത്രയും അക്കങ്ങളല്ലേ നമുക്കുള്ളൂ. ഈ 10 അക്കങ്ങളും നിശ്ചിത സ്ട്രോക്ക് തന്നെ എഴുതണം. അതായത് ഡെക്കറേഷൻ, അനാവശ്യമായ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. ഉദാഹരണത്തിന് 1 എന്ന് എഴുതാൻ ഒരു വര മാത്രമേ ആവശ്യമുള്ളൂ. മേലെ ഒരു കൊളുത്തോ താഴെ ഒരു സ്റ്റാൻഡോ ആവശ്യമില്ല. അതൊരു ഭംഗിക്ക് വേണ്ടി പലരും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും നമുക്കിപ്പോ മത്സരത്തിന്റെ സമയത്ത് അത് ഭംഗി കൂട്ടാൻ നിൽക്കുന്നതാണ്. കാരണം ഭംഗി കൂട്ടാൻ പോയിട്ട് അത് അബദ്ധമായി പോരുത്. നന്നായിട്ട് ഭംഗി കൂട്ടി എഴുതാൻ പറ്റുന്നവരങ്ങനെ എഴുതിക്കോട്ടെ, കുഴപ്പമില്ല. യെസ്. അപ്പോ അനാവശ്യമായ ഡെക്കറേഷൻ വേണ്ട. നിശ്ചിത സ്ട്രോക്കിൽ അതെങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം. മറ്റൊന്ന്, നമ്പർ ചാർട്ട് എപ്പോഴെഴുതുമ്പോഴും പെൻസിൽ കൊണ്ട് ആദ്യം ലൈനോ കളമോ വരച്ചിടണം. ഉദാഹരണത്തിന് നമ്പർ ഒരു പ്രത്യേക രൂപത്തിൽ പിരമിഡ് പോലെയൊക്കെ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കുന്നതാണ് നല്ലത്. ഒരു നിശ്ചിത വലുപ്പത്തിൽ, ഉദാഹരണത്തിന് ഒരു 2.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ കളങ്ങളാവുമ്പോൾ കുറച്ചുകൂടെ ചെറുതായി പോകും. എങ്കിലും കൂടുതൽ എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾ 2 സെന്റിമീറ്ററുള്ള കളങ്ങൾ, അതായത് ആ ചാർട്ട് നിറയെ 3 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 2.5 സെന്റിമീറ്ററോ വലുപ്പമുള്ള കളങ്ങളാണ് വരയ്ക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് അതാണ്. അത് വലിയ സ്കെയിൽ ഉപയോഗിച്ച് തന്നെയല്ലേ ചെയ്യാൻ പറ്റൂ. യെസ്. അത് കൃത്യമായി ആദ്യം ഇതൊന്നും നേരത്തെ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊക്കെ ആ സ്പോട്ടിൽ പോയി 3 മണിക്കൂറിന്റെ ഉള്ളിൽ ചെയ്യേണ്ടതാണ്. നമ്മൾ കൊണ്ടുപോകുന്ന പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ക്ലീൻ പേപ്പർ ആയിരിക്കണം. അതിൽ ഒരു കുത്തുപോലും ഉണ്ടാവാൻ പാടില്ല. യെസ്. അങ്ങനെയുള്ള പേപ്പറും നമുക്ക് ആവശ്യമുള്ള സ്കെയില്, പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, അതുപോലെ എഴുതാനുള്ള മാർക്കർ പെന്ന്, ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോവാ. ബെല്ലടിക്കുമ്പോൾ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് തുടങ്ങും. അപ്പോഴേ അടയാളപ്പെടുത്തി കള്ളിയൊക്കെ വരയ്ക്കാം. അപ്പോൾ നേരത്തെ കുട്ടിക്ക് എളുപ്പമാക്കാൻ വേണ്ടി വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റേ കൂടെ നിൽക്കുന്നവരോ ആദ്യം തന്നെ കളം വരച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ ചാർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതവിടെ വാങ്ങി വെക്കും. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. അപ്പോ പിന്നീട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് ഒരു ഉദാഹരണം കൃത്യമായിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നമ്പർ ചാർട്ടാണ്. അത് LP തലത്തിലുള്ളതാണെങ്കിലും UP തലത്തിലുള്ളതാണെങ്കിലും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി, ചിലപ്പോൾ ഒരേ സാധനം തന്നെ നമുക്ക് പിന്നെ LPയിലും UPയിലും ഹൈസ്കൂളും ഒക്കെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം അവരെ റേഞ്ച് വ്യത്യസ്തമാണ്. LPയിലുള്ള കുട്ടി പറയുന്ന കാര്യമല്ല UPയിലുള്ള കുട്ടി അവിടെ പറയുക. അതുപോലെ ഹൈസ്കൂളിലുള്ള കുട്ടി അവന് പഠിക്കാനുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അതിലുണ്ടാവും. ജിയോമെട്രിക്കൽ ചാർട്ട് കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരേ ചിത്രം തന്നെ എങ്ങനെയാണ് LP തലത്തിലും UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലുമുള്ള ആശയങ്ങൾ അതിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതും കൃത്യമായി ചിലപ്പോൾ കണ്ടാൽ എല്ലാം ഒരേ സാധനം തന്നെയായിരിക്കും. പക്ഷേ
അത് അവതരിപ്പിക്കുന്നിടത്താണ് അതിന്റെ റേഞ്ച് മാറുന്നത്. എൽ പിയിലുള്ള കുട്ടി പറയുന്ന കാര്യമല്ല ഹൈസ്കൂളിലുള്ള കുട്ടി ഇത് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അവന് പഠിക്കാനുള്ള പാഠഭാഗവുമായി അവൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ മറന്നു പോരുത്. ഇതെന്താ മാഷ് ഒരേ സാധനം തന്നെ എൽ പിയിലും ഹൈസ്കൂളിലും കൊടുത്തതെന്ന് ചോദിച്ചാൽ ഉള്ള മറുപടി അതാണ്. എൽ പിയിലുള്ള കുട്ടി കാണുന്ന കാര്യമല്ല, പറയുന്ന കാര്യമല്ല ഹൈസ്കൂളിലുള്ളതോ അല്ലെങ്കിൽ യു പിയിലുള്ളതോ ഒരു കുട്ടി കാണേണ്ടതും പറയേണ്ടതും. കാണുന്നുണ്ടാവും, പക്ഷെ അത് എൽ പി തലത്തിലുള്ള കാര്യം പറയണ്ട. അവന്റെ നിലവാരത്തിനനുസരിച്ച് ഹൈസ്കൂൾ തലത്തിലോ യു പി തലത്തിലോ കാര്യം മാത്രം പറഞ്ഞു. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാനിവിടെ ഒരു നമ്പർ ചാർട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ ചാർട്ടിൽ ഇത് പ്രധാനമായിട്ടും ഇത് മാത്രമേ ഉള്ളൂ. അതായത് നടുവിൽ ഒരു ചെറിയ വൃത്തം, ഒരു മധ്യഭാഗത്ത് മറ്റൊരു വൃത്തം, പുറത്ത്. ഇത് ഞാൻ A4 പേപ്പർ ചെയ്തത് കൊണ്ട് അളവ് ഞാൻ പറഞ്ഞുതരാം. 10 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ. ഇപ്പോൾ നിങ്ങൾ ചാർട്ടിലേക്ക് വരയ്ക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു 3 വരക്കണം, 3 ഭാഗത്തായിട്ട്, 3 4. അപ്പോൾ ചാർട്ട് പേപ്പറിൽ അതിന്റെ വലുപ്പം 10 എന്നുള്ളത് 12 സെന്റിമീറ്ററിൽ വരക്കാം, 12. അതുപോലെ ഇവിടെ 6 എന്നുള്ളത് നിങ്ങൾക്ക് 7 എന്നോ 8 എന്നോ ആക്കിയെടുക്കാം. അതുപോലെ 2 എന്നുള്ളതിന് പകരം 3 എന്നൊക്കെ, അത് നിങ്ങളെ സൗകര്യം പോലെ. ഇനി 12, 13 ഒക്കെ ആയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒന്ന് മാത്രമല്ല. അപ്പോൾ ചാർട്ടിന്റെ ഒരു ഭാഗത്ത് ഇതായിരിക്കും. ഇനി രണ്ടാമത് ഇതാ അതേപോലെ. അപ്പോൾ ഞാനിവിടെ 4 കളങ്ങളും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ചെയ്തിട്ടുള്ളൂ, 2 വിട്ടതാണ്. അത് ബാക്കി എഴുതാനുള്ളതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ സ്പോട്ടിൽ വെച്ചിട്ട് ജഡ്ജസിന് എഴുതി കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഇതാ മൂന്നാമതൊന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ചാർട്ടിലാക്കിയിട്ട് ഒതുക്കാം. അതായത് ചാർട്ടിന്റെ 3 ഭാഗത്തായിട്ട്, ഇല്ലെങ്കിൽ 4 ഭാഗത്ത് കണക്കാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അവതരിപ്പിക്കുക, എന്താണ് ഇതിലുള്ള ഗണിതാശയം? ഇപ്പോൾ കുട്ടിക്ക് പഠിക്കാനുള്ളതിൽ നിന്നും അതിന്റെ തുടർച്ചയായിട്ടാണ് വരേണ്ടതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഞാൻ അതാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിസിൽ ടിപ്പ് മാർക്കർ കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇതൊരു സൂപ്പർ എന്ന് പറയുന്ന ലെക്ചറിന്റെ ചിസിൽ ടിപ്പ് മാർക്കറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചെത്ത് പോലെ. ചിസിൽ എന്ന് പറഞ്ഞാൽ ഉളി എന്നുള്ളതാണെന്ന് തോന്നുന്നു അതിന്റെ മീനിങ്. ഈ രൂപത്തെ റൗണ്ട് ഷേപ്പല്ല, ചിസിൽ ടിപ്പാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ചിസിൽ ടിപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിസിൽ മാർക്കർ. അപ്പോൾ ഈ മാർക്കർ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ എഴുതിയാൽ ആ മാർക്കർ ഉപയോഗിച്ച് എഴുതിയതാണ് ഞാനിത്. ഞാൻ പറഞ്ഞില്ലേ, അനാവശ്യമായ ഡെക്കറേഷൻ ഒന്നും വേണ്ട. 1 എന്ന് എഴുതാൻ ഈ ഒരൊറ്റ വരികയെ വേണ്ടൂ. 2, 3, 4, 5, 6, 7, 8 ഈ രൂപത്തിൽ വളരെ മിതമായ ഡെക്കറേഷനോടുകൂടി. അതുപോലെ ഒരു ചാർട്ട് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ രൂപത്തിൽ വെക്കുമ്പോൾ നമുക്കിതെല്ലാം വായിച്ചെടുക്കാൻ പറ്റണം. ചില കുട്ടികൾ ഇവിടുന്ന് തിരിച്ചെഴുതും, എന്ന് വെച്ചാൽ കേന്ദ്രത്തിലേക്ക് നോക്കുന്ന രൂപത്തിൽ. അതല്ല നമുക്ക് വേണ്ടത്. ഇനി എന്തിനാ ഇത്രയും വലുപ്പത്തിൽ എഴുതുന്നത്? ഒരു ചാർട്ടിൽ എഴുതുന്നത് ക്ലാസ് റൂമിന്റെ ഒരു ചുമരുമ്പിൽ വെച്ചാൽ ക്ലാസ്സിലുള്ള കുട്ടികൾ മുഴുവൻ കാണുന്ന രൂപത്തിൽ നമ്മൾ എഴുതണം. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പെന്നുകൊണ്ട് എഴുതാൻ ഒരു ശീലം വേണം. അത് പിടിക്കുന്നതും എഴുതുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞ മുൻപരിചയം വേണം. അപ്പോൾ ആദ്യം കുറെ റഫായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിന്റെ ഗണിതാശയത്തിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് 11, അതിനു ചുറ്റും 66, 55, 88, 77 3 2 സംഖ്യകൾ. അതിന് പുറത്തും 2 സംഖ്യ 24, 32, 62, 34. അപ്പോൾ ഇത് അറിയാത്ത ഒരാൾ, ഇതിനെ കുറിച്ച് അറിയാത്ത ഒരാൾ കുറേ നമ്പർ അപ്പുറം ഇപ്പുറം ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ മനസ്സിലാവൂ. ഇനി എങ്ങനെയാണ് ഇതൊരു നല്ല നമ്പർ ചാർട്ട് ആവുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ,
കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വികസിച്ചു പോവാണ് പുതിയ കുറേ കണ്ടെത്തലുകൾ കുട്ടി നടത്തുക. ഇനി ഞാനത് ഈ ചാർട്ട് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്ന് കാണിക്കുക. അപ്പോൾ ജഡ്ജസ് വന്നാൽ ആദ്യം കാണുന്നത് ഇതാണ്. ഇത് കുട്ടി നേരത്തെ എഴുതിയതാണ്. ഇനി ഇതുണ്ടായി വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. ഇതാ മറ്റൊരു ചാർട്ട്. ശരി, ഞാനിതാ എഴുതുകയാണ്. അപ്പോൾ ഞാനൊരു രണ്ടക്ക സംഖ്യ എഴുതുകയാണ്. ഇതേ 32. ഇനി ഞാനത് തലതിരിച്ചിടുകയാണ്. തലതിരിച്ചിടുമ്പോൾ എത്രയാണ് വരിക? 23. ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 55. അപ്പോ വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു രണ്ടക്ക സംഖ്യ എടുത്താണ്, ഒരേ സംഖ്യ അല്ല എടുക്കുന്നത്. വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു രണ്ടക്ക സംഖ്യ എടുത്ത് അതിനെ തലതിരിച്ചിട്ടപ്പോൾ പുതിയ രണ്ടക്ക സംഖ്യ കിട്ടി. അപ്പോൾ 32, 23. പിന്നീട് ആ രണ്ടക്ക സംഖ്യകളും തമ്മിൽ കൂട്ടുകയാണ്. കൂട്ടിയപ്പോൾ നമുക്ക് 55 കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ആദ്യം എടുത്തത് 32, കൂട്ടി കിട്ടിയ 55 ഇത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ 55-നെ അതായത് ആദ്യം നമ്മളെടുത്ത ആ രണ്ടക്ക സംഖ്യകളുടെ അക്കങ്ങൾ നമ്മൾ കൂട്ടിയ, അതായത് അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിക്കുക. അപ്പോൾ ആദ്യം എടുത്ത ഏതായിരുന്നു? 32-ൽ 3ഉം 2ഉം ആണല്ലോ. 3ഉം 2ഉം 5ആണ്. അപ്പോൾ 55-നെ 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 11. ആ 11 ഇത്. അപ്പോൾ വന്ന വഴി മനസ്സിലായല്ലോ. ആദ്യം 32 എന്ന രണ്ടക്ക സംഖ്യ എടുത്ത് അത് തലതിരിച്ചിട്ട് 23 കിട്ടി. അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 55 കിട്ടി. ആ 55 ഇത്. ഇനി ഈ 55-നെ ആദ്യം എടുത്ത 32-ലെ 3ഉം 2ഉം 3, 2 രണ്ടക്കങ്ങളാണ്. ആ രണ്ടക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 5 കിട്ടി. അപ്പോൾ ആ 5 കൊണ്ട്, അതായത് അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിച്ചു. കിട്ടിയത് 11. ആ 11 മധ്യഭാഗത്ത് വന്നത്. ഓക്കെ, അപ്പോൾ വന്നത് ഇത്രയും വളരെ വ്യക്തമായല്ലോ. ഞാനിപ്പോൾ പറയുന്നത് ഒരു LP തലത്തിലുള്ള നിലവാരത്തിലാണ്. ഇനി അതെങ്ങനെയാണ് ഉയർന്നുയർന്ന് വരുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. യെസ്, ഇനി ഞാൻ എടുക്കുന്നത് 24. 24. അപ്പോൾ അടുത്തത് 24 എന്ന സംഖ്യ എടുത്ത് അത് തലതിരിച്ചിട്ട് 42. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി എത്രയാണ് കിട്ടുന്നത്? 66. ആ 66-നെ എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 2ഉം 4ഉം 6. 6 കൊണ്ട് ഹരിക്കുന്നു. 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? അപ്പോഴും കിട്ടുക 11. അതാണ് നമ്മളിവിടെ കാണിച്ചത്. ആദ്യം 24 എന്ന സംഖ്യ എടുത്ത് അത് തലതിരിച്ചിട്ട് നമുക്ക് എത്ര കിട്ടി? 42. അത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 66 കിട്ടി. ആ 66 ആ 66-നെ ആദ്യത്തെ എടുത്ത സംഖ്യയുടെ അക്കങ്ങളുടെ തുക 2ഉം 4ഉം 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 11 കിട്ടി. ആ 11 നമ്മളിവിടെ കാണിച്ചത്. എന്ന് വെച്ചാൽ ഈ 32 എടുത്തപ്പോഴും കിട്ടിയത് 11, 24 എടുത്തപ്പോഴും കിട്ടിയത് 11. ഇനി നമുക്കൊന്ന് 62 എടുത്തു നോക്കുക. 62. അപ്പോ എങ്ങനെയാണ് തിരിച്ച്? ഇതാ 2, 6, 26 എന്ന് പറഞ്ഞു വരും. എത്രയാ കിട്ടുക? 88 കിട്ടുക. 88-നെ ഹരിക്കണം. എത്ര കൊണ്ട്? 6ഉം 2ഉം 8 കൊണ്ട് ഹരിക്കണം. 8 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? അപ്പോഴും 11 കിട്ടുക. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചേ. ആദ്യം 62 എന്ന സംഖ്യ എടുത്ത് അതിനെ തലതിരിച്ചിട്ട് 26 അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 88 കിട്ടി. അതിനെ 6ഉം 2ഉം 8 കൊണ്ട് ഹരിച്ചപ്പോൾ 11 കിട്ടി. നാലാമത്തെ ഉദാഹരണം ഇതാ 34. ഞാനിത് തുടക്കത്തിൽ ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 34 എടുത്ത് 34 എന്ന സംഖ്യ എടുത്ത് അതിൻ്റെ ചുട്ടിൽ തല തിരിച്ചിട്ട് 43 കിട്ടി. അപ്പോൾ കൂട്ടിയാൽ 77 കിട്ടുക. 77-നെ 4ഉം 3ഉം 7 കൊണ്ട് ഹരിക്കുന്ന കിട്ടുന്ന ഉത്തരം അപ്പോഴും 11. കണ്ടോ?
ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് മധ്യഭാഗത്ത് 11 വന്നത്. അപ്പോ ഈ 11 ഇതാ 32 എടുത്താലും ഈ ഘട്ടത്തിൽ 11 കിട്ടുക, 24 എടുത്തപ്പോഴും 11 കിട്ടിയത്, 62 എടുത്തപ്പോഴും 11 കിട്ടിയത്, 34 എടുത്തപ്പോഴും 11 കിട്ടിയത്. ഇനി ഇതെങ്ങനെ ജഡ്ജസിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം? അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, കുട്ടി പറയേണ്ടത്, ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം, വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു രണ്ടക്ക സംഖ്യ എടുത്ത് അത് തലതിരിച്ചിട്ട് ആ രണ്ട് രണ്ടക്ക സംഖ്യകളും തമ്മിൽ കൂട്ടി അതിനെ അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും 11 മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോ അത് ഏത് രണ്ടക്ക സംഖ്യ ആയാലും ഒരേ അക്കം ആവർത്തിക്കരുത്. വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു രണ്ടക്ക സംഖ്യ എടുത്ത്, അപ്പോൾ ഒരേ അക്ക ആവർത്തിക്കാവോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കും. ഉദാഹരണത്തിന് 22 തലതിരിച്ചിട്ടാലും 22 തന്നെയാണ്. ഇനി അത് നമ്മ കൂട്ടുമ്പോഴോ 44. ഓക്കെ, 44ന് ഇതാ 2 4 കൊണ്ട് ഹരിച്ചാലും നമുക്ക് കിട്ടുന്നത് 11 തന്നെയാണ്. അപ്പോ അക്കം ഒരേ അക്കായാലും കുഴപ്പമില്ല. ഇനി 0 വന്നാലോ, 0 വന്നിട്ടുണ്ടെങ്കിലോ അതും നോക്കാം. 0 വരുന്നത് ഇതാ 30 എടുക്കുന്ന 30 തലതിരിച്ചിട്ടാൽ 03 എന്നാണ് കിട്ടുക. കൂട്ടിയാലോ 33 കിട്ടുക. 33ന് എത്ര കൊണ്ടായിരിക്കേണ്ട? 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പോഴും 11 കിട്ടുക. അപ്പോൾ ഇതിന് വ്യത്യസ്ത അക്കങ്ങൾ വേണമെന്നില്ല അല്ലേ? അപ്പോ രണ്ട് അക്കങ്ങൾ, ഒരു രണ്ടക്ക സംഖ്യ എടുത്ത് അതിനെ തലതിരിച്ചിട്ട രണ്ടക്ക സംഖ്യയും തമ്മിൽ കൂട്ടുക. അപ്പോ ഇവിടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ 30നെ നമ്മൾ 03 തന്നെ എഴുതണേ. യെസ്. അപ്പോ ഒരു രണ്ടക്ക സംഖ്യ എടുത്ത് അതിനെ തലതിരിച്ചിട്ട് പുതുതായി കിട്ടിയ രണ്ടക്ക സംഖ്യയും ആദ്യത്തെ രണ്ടക്ക സംഖ്യയും തമ്മിൽ കൂട്ടി അതിനെ അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും 11 മാത്രമേ കിട്ടൂ. അപ്പോ ഇങ്ങനെയൊരു സംശയം ഉണ്ടാവും, അതിന് വ്യത്യസ്ത അക്കങ്ങൾ എടുക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട സാർ, ഉടനെ ഉദാഹരണം കാണിച്ചു കൊടുക്കുക. ഇതാ 22 എടുത്താലും 88 എടുത്താലും എല്ലാം ഒരുപോലെ തന്നെ കിട്ടും. ഇനി 0 എടുത്ത് ചെയ്യാവോ? ഇതാ ഉദാഹരണം കാണിച്ചു കൊടുക്കുക. ഇത് സാർ 0 എടുത്താലും ഇങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കുറെ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് ജഡ്ജസിനെ ബോധ്യപ്പെടുത്തലാണ്. യെസ്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളിവിടെ 2 അക്ക സംഖ്യകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ബേസ്, വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് നമ്മൾ തുടങ്ങാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണിത്. ഇനി അന്വേഷണം എങ്ങനെയാണ്? മേലോട്ട് പോവാണ്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്? അതേപോലുള്ള ഇവിടെ 3 അക്ക സംഖ്യയാണ് എടുക്കുന്നത്. 3 അക്ക സംഖ്യ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 352 എന്നുള്ള സംഖ്യയാണ്. നമുക്കൊന്ന് നോക്കുക. 352. ഇതായത് ചാർട്ടിലാണ് ഉണ്ടാവുക. ഞാനിത് ചെയ്യാനുള്ള സൗകര്യത്തിന് A4 പേപ്പറിലാക്കിയതാണ്. എനിക്ക് ചാർട്ടിൽ വെച്ച് ചെയ്യാനാവില്ല. പ്രത്യേകിച്ചും ഇവിടെ കോരിച്ചൊരിയുന്ന മഴയാണ്. ഇന്ന് റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചതാണ്. യെസ്. അപ്പോ നമ്മൾ 352ന്റെ ഉദാഹരണം നോക്കുകയാണ്. ഇനി ഒരു 3 അക്ക സംഖ്യ എടുത്താൽ ഇതെങ്ങനെയാണ് വരിക എന്ന് നോക്കുക. നമ്മൾ ഉദാഹരണത്തിന് 352 എന്ന് എടുക്കുന്നു. 352. അപ്പോൾ ഇവിടെ തലതിരിച്ചിട്ടാ മാത്രം പോരാ. ഈ 3 അക്ക സംഖ്യ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുകൊണ്ട് സാധ്യമാവുന്ന വ്യത്യസ്തങ്ങളായ 3 അക്ക സംഖ്യകളെല്ലാം എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതാ 3 തന്നെ തുടങ്ങുന്ന മറ്റൊരു സംഖ്യ ഉണ്ടല്ലോ, അതേതാണ്? 325. ഇനി 3 തുടങ്ങാൻ ഇല്ല. അടുത്ത 5 തുടങ്ങാം. 5 3 2 532 എന്ന് എഴുതാലോ. 5ൽ തന്നെ തുടങ്ങുന്ന 5 2 3 എന്നുണ്ടല്ലോ, 523. തീർന്നില്ല, 2 തുടങ്ങണം. 2
253 എന്നുണ്ട്, 235 എന്നുണ്ട്. അപ്പോൾ നേരത്തെ 2 വ്യത്യസ്ത സംഖ്യകളെ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഇപ്പോ 6 വ്യത്യസ്ത 3 അക്ക സംഖ്യകൾ കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൂട്ടുക. ഇത് നമുക്ക് കൂട്ടുമ്പോൾ നമുക്ക് കൂട്ടി തന്നെ കൊടുക്കുക. 2 5 7, 7 2 9, 9 3 12, 12 8 20, 2 ബാക്കി 7, 7 2 9 3 12, 12 2 14, 14 5 19, 19 3 22-ന് 2, ബാക്കി 2, 2 3 5 3 8, 8 10 18, 18 4 22. അപ്പോ 2220 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തത് ഒന്നും കൂടെ, നമ്മൾ വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു 3 അക്ക സംഖ്യ എടുത്ത് അത് തലതിരിച്ചിടുക മാത്രമല്ല, അതിന്റെ എല്ലാ കോമ്പിനേഷനുകളും എന്ന് വെച്ചാൽ ആ 3 അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന മുഴുവൻ 3 അക്ക സംഖ്യകളും. ശ്രദ്ധിക്കുക, ഒരു 3 അക്ക സംഖ്യ 3 അക്കങ്ങൾ തിരിച്ചും മറച്ചും റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ 6 വ്യത്യസ്ത 3 അക്ക സംഖ്യകളാണ് കിട്ടുക. അപ്പോൾ ആ 6 വ്യത്യസ്ത 3 അക്ക സംഖ്യകളും നമ്മൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2220. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനെ അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിക്കുക. അപ്പോൾ അക്കങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 3 5 2 ആണ് 352. അപ്പോൾ 3 5 8 2 10, 10 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാ? 222. അതാണ് ഈ സെന്ററിലുള്ളത്. നേരത്തെ നമ്മൾ 11 എഴുതിയ പോലെ തന്നെ എങ്ങനെയാണ് ഒരു വ്യത്യസ്ത അക്കങ്ങളുള്ള 3 5 2 എന്ന സംഖ്യയാണ് നമ്മൾ എടുത്തത്, 352. അതിനെ റീഅറേഞ്ച് ചെയ്ത് കിട്ടിയ എല്ലാ കോമ്പിനേഷനുകളും എന്ന് വെച്ചാൽ 6 വ്യത്യസ്ത 3 അക്ക സംഖ്യകൾ നമ്മൾ എഴുതി. അപ്പോ ആ 6 വ്യത്യസ്ത 3 അക്ക സംഖ്യകളും തമ്മ കൂട്ടിയപ്പോൾ നമുക്ക് 2220 കിട്ടി. അതിനെ ഹരിച്ചത് അതിന്റെ അക്കങ്ങളുടെ തുക കൊണ്ടാണ്. 3 5 8, 8 2 10 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 222 വന്നത്. വളരെ വ്യക്തമായല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഉദാഹരണം 648 ആണ് എടുത്തത്. അപ്പോൾ 6 4 8. ഓക്കെ, എങ്ങനെ? 6 ഒന്നും കൂടെ ഉണ്ടല്ലോ. 600-ൽ തുടങ്ങുന്ന 684, പിന്നെയോ 468, 486. ഓക്കെ, അടുത്തത് 8 തുടങ്ങുന്നത് 846, 864. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ, അതായത് ഇവിടെയൊന്നും ആവർത്തിക്കുന്നില്ല, എല്ലാം വ്യത്യസ്തമായ 3 അക്ക സംഖ്യകൾ തന്നെയാണ്. അപ്പോൾ ഇത് കൂട്ടിയാൽ എത്ര കിട്ടുക? ഇവിടെ 8 4 12, 12 8 20, 20 6 26, 26 10 36-ന് 6, ബാക്കി 3, 3 4 7, 8 15, 15 15 6 21, 8 29, 29 10 39-ന് 9, ബാക്കി 3, 3 6 9, 9 10 19, 19 4 23, 23 8 31, 31 8 39, 3996 കിട്ടുന്നത്. അപ്പോൾ അതിന് എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? ഹരിക്കണം 6 4 10, 10 8 18 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ 18 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 222 തന്നെയാണ്. ആ 222 നമ്മളിവിടെ ഉള്ളത്. അതായത് ഇവിടെ ചെയ്തത് ഒന്നും കൂടെ 6 4 8 648 എന്നൊരു സംഖ്യ എടുത്ത് അതിന് സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും എന്ന് വെച്ചാൽ റീഅറേഞ്ച് ചെയ്ത് എല്ലാ തരത്തിലും റീഅറേഞ്ച് ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായ 6 3 അക്ക സംഖ്യകൾ കിട്ടും. അത് എല്ലാ 6 3 അക്ക സംഖ്യകളും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3996 ഇത്. ഇനിയോ അതിനെ അക്കങ്ങളുടെ തുക കൊണ്ട്, അപ്പോൾ 6 4 10, 10 8 18 കൊണ്ടാണ് ഹരിക്കുന്നത്.
അപ്പോൾ 18 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 222. അപ്പോൾ 2 ഉദാഹരണങ്ങൾ ഞാൻ കൊടുത്ത്. ഇനി ആ ബാക്കിയുള്ള 2 ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, അത്രയായി. ഇനി അതിനപ്പുറത്തേക്ക് പോവാണ്. അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഇതാ 4 അക്ക സംഖ്യയാണ്. 4 അക്ക സംഖ്യ. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പെട്ടെന്ന് ഹരിക്കാനും ഗുണിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള സംഖ്യകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അതും കൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടും. യെസ്, അതുകൊണ്ട് ഞാനിവിടെ 4 അക്ക സംഖ്യ എടുക്കുമ്പോൾ ഏറ്റവും ചെറുത് 1, 2, 3, 4, അതായത് 1234 എന്ന സംഖ്യയാണ് എടുത്തത്. അപ്പോൾ 1234 നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ? അതായത് 1 തുടങ്ങുന്ന എത്രയെണ്ണം ഉണ്ടാവും? നമുക്കൊന്ന് നോക്കുക. 1234 1243 എന്ന് കിട്ടൂലേ? യെസ്. ഇനി 1324 എന്ന് കിട്ടൂലേ? കിട്ടും. 1423 എന്ന് കിട്ടൂലേ? എന്ന് വെച്ചാൽ 1 തുടങ്ങുന്ന 6 എണ്ണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 2000 തുടങ്ങുന്ന 6 എണ്ണം ഉണ്ടാവും. 3000 തുടങ്ങുന്ന 6 എണ്ണം ഉണ്ടാവും. 4000 തുടങ്ങുന്ന 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ മൊത്തം എത്ര വരും? 24 വ്യത്യസ്ത 4 അക്ക സംഖ്യകൾ ഉണ്ടാവും. 24 വ്യത്യസ്ത 4 അക്ക സംഖ്യകൾ. അപ്പോൾ ആ 24 സംഖ്യകളും എഴുതി കൂട്ടുവാണ്. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1, 10, 100, 1000, 10000 66,660 എന്നാണ് കിട്ടുക. ചെയ്തു നോക്കണം, നിങ്ങൾ തീർച്ചയായും ചെയ്തു നോക്കണം. അതായത് 24 ഒന്നുപോലും ആവർത്തിക്കാൻ പാടില്ല. ഒറ്റൊന്നു പോലും ആവർത്തിക്കരുത്. അപ്പോൾ അതേതൊക്കെയാണെന്ന് 24 എണ്ണം കണ്ടെത്തി എഴുതുക. എന്നിട്ട് അത് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ഈ ഉത്തരം മാത്രമേ കിട്ടൂ. യെസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 66,660 നമ്മൾ ഇതിന്റെ അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിക്കണം. അപ്പോൾ അക്കങ്ങളുടെ തുക എത്രയാണെന്ന് പരിശോധിക്കാവോ? 1, 2, 3, 3, 3, 6, 6, 4, 10. കണ്ടോ, 10 കിട്ടുന്നത്. ഞാനത് സൗകര്യപൂർവ്വം 10 വരുന്ന സംഖ്യ എടുത്തതാണ്. 10 കൊണ്ട് ഹരിക്കാൻ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ 66,660 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 6,666 കിട്ടുക. യെസ്. ഇനി അടുത്തത് ഇത് ചെയ്തു നോക്കണം. ഞാൻ ചെയ്ത രൂപത്തിൽ ശ്രദ്ധിക്കുക. 24 സംഖ്യകൾ ഉണ്ടാവും. ആ 24 സംഖ്യകളും എഴുതി കൂട്ടണം. യെസ്. അടുത്തത് 2, 3, 4, 5 2345 എടുക്കുന്നത്. ഇതും എല്ലാ രൂപത്തിലും തിരിച്ചും മറച്ചും വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 24 സംഖ്യകൾ ഇവിടെയും കിട്ടും. ആ 24 സംഖ്യകളും കൂട്ടിയാൽ നമുക്ക് കിട്ടുക ഇതാ 93,324 കിട്ടുക. ഇതാണ് എടുക്കുന്നതെങ്കിലാണ്, ഈ 2, 3, 4, 5 ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ടോട്ടൽ ഇത് തന്നെയായിരിക്കും. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? 2, 3, 5, 5, 4, 9, 9, 5, 14. 14 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവും ഇത് തന്നെയാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ട് 2 അക്കമുള്ള ഒരു സംഖ്യ തലതിരിച്ചിട്ട് അതിനെ 2 സംഖ്യകളും തമ്മിൽ കൂട്ടി അതിനെ അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിക്കുമ്പോൾ എപ്പോഴും 11 മാത്രമേ കിട്ടുന്നുള്ളൂ. രണ്ടാമത് എന്താ അടുത്ത്? വ്യത്യസ്ത അക്കങ്ങളുടെ 3 അക്ക സംഖ്യ എടുത്ത് അത് ഇതേമാതിരി അതിന്റെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും എഴുതി അത് കൂട്ടി അതിന് അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എപ്പോഴും 222 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്ത എന്താ? വ്യത്യസ്ത അക്കങ്ങളുള്ള 4 അക്ക സംഖ്യ എടുത്ത് അപ്പോ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ 24 സംഖ്യകളും മാറിപ്പോയത്, 23 ആയിപ്പോയത്, 25 ആയിപ്പോയത്, 24 സംഖ്യകളും തമ്മിൽ കൂട്ടി അതിന് അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിക്കുമ്പോൾ 6,666 മാത്രമേ കിട്ടൂ. ഇനി
ഇത് ചെയ്തു വരുമ്പോൾ ഒരുപാട് എളുപ്പ വഴി കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ആ എളുപ്പ വഴികൾ? രണ്ടക്ക സംഖ്യയാണെങ്കിൽ സാധ്യത 2 മാത്രമാണെന്ന് നമ്മൾ കണ്ട്. ഉദാഹരണത്തിന് 35 എന്നെടുത്താൽ 53, 35 രണ്ടെണ്ണേ കിട്ടും. അതേ അവസരത്തിൽ 3 അക്ക സംഖ്യ എടുക്കുമ്പോൾ 6 എണ്ണാണ് നമുക്ക് കിട്ടുന്നത്. 4 അക്കങ്ങൾ എടുക്കുമ്പോൾ 24 കിട്ടുന്നത്. അപ്പോ ആ വരുന്ന സാധ്യത ഇതാ. 1, ഇനി 2 എണ്ണം ഉണ്ടെങ്കിൽ 1 ഗുണിക്കണം 2. ഇനിയോ 3 ആണുള്ളതെങ്കിൽ 1 ഗുണിക്കണം 2 ഗുണിക്കണം 3. 4 അക്ക എടുക്കുമ്പോഴോ 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 4, 24. ഇങ്ങനെയാണ് 24 സംഖ്യകൾ കിട്ടുന്നത്. ഇവിടെയോ ഒരു 2, 2, 2, 3, 6. ഇവിടെയോ ഒരു 2, 2 മാത്രം. ഇനി 5 വ്യത്യസ്ത അക്കങ്ങൾ ഉണ്ടെങ്കിലോ, ഇതാണ് അതിന്റെ ഉയർന്ന തലത്തിലേക്ക് പോവാണ്. ഒരുപാട് സാധ്യത ഉണ്ട്. 5 അക്കങ്ങളുള്ളതാണ് എടുക്കുന്നതെങ്കിൽ 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 ഗുണിക്കണം 5. അപ്പോൾ എത്രയാ വരിക? 2, 2, 2, 3, 6, 6, 4, 24, 24. അപ്പോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. അപ്പോൾ ഒരു 2, 2, 2, 3, 6, 6, 4, 24, 24, 5, 120. 120 സംഖ്യകളുണ്ടാവും. 120 സംഖ്യകളുണ്ടാവും. അപ്പോൾ ആ 120 സംഖ്യകളും, അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. 1, 2, 3, 4, 5, 5. അപ്പോൾ ഇതെത്രയാ? 12,345. അപ്പോൾ 12,345 എന്ന് പറയുമ്പോൾ അതിന്റെ ചോട്ടിൽ നമ്മൾ നേരത്തെ എഴുതിയ രൂപത്തിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ 120 സംഖ്യകൾ ഉണ്ടാവും ചോട്ടിൽ. അപ്പോൾ 120 സംഖ്യകളും എഴുതാതെ എളുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 എന്നുള്ളത് എത്ര എണ്ണം ഉണ്ടാവും? 24 5 ഉണ്ടാവും. 24 5. അപ്പോൾ അതെത്രയുണ്ട്? 120 അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് 12,345 എന്ന സംഖ്യയെ അത് സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും തിരിച്ചും മറിച്ചും റീഅറേഞ്ച് ചെയ്തെഴുതുമ്പോൾ നമുക്ക് 120 സംഖ്യകൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇനി അതെങ്ങനെയാണ് 120 സംഖ്യകളും തമ്മിൽ കൂട്ടുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ 1ന്റെ സ്ഥാനത്ത് 24 അഞ്ചുകൾ ഉണ്ടാവും. അപ്പോൾ 24 അഞ്ചുകൾ എത്രയാണ്? 24 5 എന്ന് പറയുമ്പോൾ 24 ഗുണിക്കണം 5, അത് 120 നമുക്കറിയാം. 120. പിന്നെയോ 24 നാലുകൾ ഉണ്ടാവില്ലേ? 24 നാലുകൾ ഉണ്ടാവും. അതെത്രയാ? 96. ഇനി 24 മൂന്നുകൾ ഉണ്ടാവില്ലേ? 3 24 72 അല്ലേ? 3 4 12, 1 ബാക്കി 3 2 6 1 7. യെസ്. പിന്നെയോ 24 രണ്ടുകൾ ഉണ്ടാവും, 48. ഇനിയോ 24 ഒന്നുകളും ഉണ്ടാവും. അപ്പോൾ അത് 24. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം. 6 2 8 8 16, 16 4 20, 0 ബാക്കി 2 2 2 4 4 9 13 7 20, 4 24, 2 26, 6 ബാക്കി 2 1 3 360. അപ്പോ 1ന്റെ സ്ഥാനം കൂട്ടിയാലും 360, 10ന്റെ സ്ഥാനം കൂട്ടിയാലും 360, 100ന്റെ സ്ഥാനവും 1000ന്റെ സ്ഥാനവും ഇതെല്ലാം ഓരോന്ന് കൂട്ടിയാലും എങ്ങനെയായാലും 360 കിട്ടും. അപ്പോൾ ആ 360 ഇവിടെയുള്ള 1ന്റെ സ്ഥാനത്ത് അക്കങ്ങളെല്ലാം കൂട്ടി 360 കിട്ടി. 360ന് 0 ബാക്കി 36.
അപ്പോൾ ഇവിടെയും കൂട്ടിയാൽ 360 തന്നെയാണ് കിട്ടുക. അപ്പോൾ 360ഉം 36ഉം എത്രയാണോ നോക്കുക, അങ്ങനെ എഴുതി കൂട്ടി കൂട്ടി വരണം. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കുട്ടീൻ്റെ സാമർഥ്യം കാണുന്നത്. അതായത് 120 സംഖ്യകൾ എഴുതാതെ 120 സംഖ്യകൾ നമ്മൾ കൂട്ടിയിട്ടാണ് ഉത്തരങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നന്നായിട്ട് വർക്ക് ചെയ്യണം, നല്ല ഹോംവർക്ക് വേണം. പല തവണ ഇത് ചെയ്ത് നോക്കി കൃത്യമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനാവണം. അപ്പോൾ UP തലത്തിലുള്ള കുട്ടിക്ക് പ്രയാസം തോന്നുന്ന ഘട്ടങ്ങളായിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഇതേ സാധനം തന്നെയാണ് ഹൈസ്കൂൾ തലത്തിൽ അവൻ്റെ നിലവാരത്തിൽ അവതരിപ്പിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമുക്ക് ഇത് വികസിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ചാർട്ട് ഏതാണ്? മെയിൻ ചാർട്ട് ഇത്തരത്തിൽ എഴുതുന്ന, അതായത് ഒരു ചാർട്ടിൽ ഇങ്ങനെയുള്ള 3-4 എണ്ണാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചാർട്ടിൽ ഇത് കൃത്യമായിട്ട് കൊള്ളും. ബാക്കിയുള്ളതൊക്കെ റഫായിട്ട് നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് ജഡ്ജസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 3 മണിക്കൂർ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാർട്ടിന് ഒരു പേര് വേണം. പേര് നിങ്ങൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ ഇതിന് അനുയോജ്യമായ ഒരു പേര് ഞാൻ പറഞ്ഞ്, ഒരു ചാർട്ട് എങ്ങനെയാണ് LP തലത്തിലുള്ള കുട്ടി അവതരിപ്പിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക്, കുറച്ചും കൂടി മുകളിലേക്ക് പോകുമ്പോൾ UP നിലവാരത്തിലുള്ള ചാർട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് ഹൈസ്കൂൾ തലത്തിലേക്ക് വളരുന്ന ഒരു കുട്ടി എങ്ങനെയാണ് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരേ ചാർട്ട് തന്നെ അത് റേഞ്ച് കൂടി വരുന്നത് അവരെ പാഠഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് കുറേ എളുപ്പ വഴികളൊക്കെ കാണുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ തീർച്ചയായും കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഇതെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒഴിവുള്ള ദിവസം കുട്ടിക്ക് ഇത് കാണിച്ചു കൊടുക്കേണ്ടത് ഒന്നുകിൽ രക്ഷിതാവ് അല്ലെങ്കിൽ ടീച്ചറാണ്. അവരാണ് ഇതാദ്യം വർക്കൗട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തി കാണേണ്ടത്. പിന്നീടാണ് കുട്ടിക്ക് ഇത് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെയാണ് വികസിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ ചാർട്ട് ഞാൻ കാണിക്കുമ്പോൾ അത് കുട്ടിക്ക് തനിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ജോമെട്രിക്കൽ ചാർട്ടാണെങ്കിൽ കുട്ടി വീഡിയോ നോക്കിയിട്ട് സ്വന്തം ചെയ്യും. പക്ഷെ ഇത് കുട്ടിക്ക് മാത്രം ചെയ്യാനാവില്ല. ഒന്നും കൂടി ഓർക്കുക, ഒന്നുകിൽ ടീച്ചർ സഹായിക്കണം അല്ലെങ്കിൽ രക്ഷിതാവ് സഹായിക്കണം. 2 ആളാണെങ്കിലും ആദ്യം ഇത് പഠിച്ചിരിക്കണം. നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നന്നായി തന്നെ ഇത് പലതവണ സ്റ്റേറ്റ് തലത്തിൽ UP തലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ ഫസ്റ്റ് കിട്ടിയ ഐറ്റാണ്. UP തലത്തിൽ അന്ന് സംസ്ഥാന തലത്തിലുള്ള മത്സരമൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് കുട്ടികൾ അവതരിപ്പിച്ചതാണ്. ഒരുപാട് ഇനിയും പഠിക്കാനുള്ളൊരു ചാർട്ടാണിത്. ഇത് ഇവിടെ നിൽക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇന്നും ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് എല്ലാ ആശംസകളും. ഒന്നുകൂടെ എഴുതേണ്ടത് ചിസിൽ മാർക്കർ പെൻ ഉപയോഗിച്ചാണ്. 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത് എഴുതാൻ അറിയില്ല. ഈ പെന്ന് പിടിക്കണമെങ്കിലും എഴുതണമെങ്കിലും ഒരു പ്രത്യേക പ്രാക്ടീസ് വേണം. അതുകൊണ്ട് കൂടുതൽ ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, ചാർട്ടിൽ ഒരു ചാർട്ടാണ് നമ്മുടെ മെയിൻ ചാർട്ട്. ആ മെയിൻ ചാർട്ടിൽ ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും മറ്റ് 2 ചാർട്ടുകളിലാണ്. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതും ആ സ്പോട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണ്. ക്ലീനായ ഒന്നും എഴുതാത്ത 3 ചാർട്ടും എടുത്തിട്ടാണ് നിങ്ങൾ മത്സരത്തിന് പോകുന്നത്. അവിടെ വെച്ചാണ് കളം വരക്കുന്നതും എഴുതുന്നതും റഫ് വർക്ക് ചെയ്യുന്നതും മുഴുവൻ. എവിടെ നോക്കിയിട്ട് എഴുതാൻ പാടില്ല. ഇതൊരു പരീക്ഷ പോലെയാണ്. നോക്കി എഴുതാന്ന് പറയാൻ കോപ്പി അടിക്കുന്നതിന് തുല്യമാണ്. ഒന്നും കൂടെ ഓർക്കുക. നിങ്ങൾ ഇതിന് എന്തെങ്കിലും എളുപ്പ വഴി, അതായത് എഴുതിയ സാധനവും കൊണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയാൽ നിങ്ങളത് തടഞ്ഞു വെക്കും. അത് തന്നെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ കുട്ടി പഠിച്ചിട്ട് പോകേണ്ടതാണ് എന്ന് പറയുമ്പം നിങ്ങൾ രക്ഷിതാക്കളായാലും ടീച്ചേഴ്സ് ആയാലും ആദ്യം പഠിക്കണം. അതിനുശേഷം കുട്ടീനെ പഠിപ്പിക്കണം. പലതവണ എഴുതി പരിശീലിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗണിതത്തിൽ ഒരുപാട് എളുപ്പ വഴികൾ കുട്ടി മനസ്സിലാക്കുകയും കുട്ടിക്ക് വരുന്ന ക്ലാസ്സുകളിൽ അത് പഠനത്തിന് വളരെ സഹായകമാവുകയും ചെയ്യും. ഓക്കെ, എല്ലാവർക്കും
പിന്നെ നന്നായി തന്നെ ചെയ്യുക. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു.